തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം MLA ഓഫീസുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ തർക്കം. അത് കഴിഞ്ഞിതാ മറ്റൊരു തർക്കത്തിലേക്ക് പോവുകയാണ്. അത് ഗണേഷ് കുമാർ ഭരണം നടത്തുന്ന KSRTC ബസ്സുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്ത് അനുവദിച്ചെങ്കിൽ ഇപ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിലല്ല ഓടുന്നത്, മറ്റ് പ്രദേശങ്ങളിലേക്കാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് VV രാജേഷ് ആവശ്യപ്പെട്ടത് ശരിയാണോ തെറ്റാണോ? VV രാജേഷ് നഗരപിതാവെന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടത് 100% അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, അംഗീകരിക്കേണ്ടതുമാണ്. കാരണം തിരുവനന്തപുരം അർബൻ ഏരിയയിലുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഇത്തരത്തിലുള്ള മിനി ബസ്സുകൾ, ഇലക്ട്രോണിക്സ് ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിൻ്റെ KSRTCക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് ഒരുപാട് നോംസുകളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസുകളൊന്നും അവരുടെ എഗ്രിമെൻറ്റുകളൊന്നും സംസ്ഥാന സർക്കാർ പാലിക്കുന്നില്ല. ആ നിയമങ്ങളെല്ലാം വയലേറ്റ് ചെയ്യുന്നു. സാമ്പത്തികം കൊടുക്കുന്ന കാര്യത്തിലായാലും കറക്റ്റ് കണക്കില്ല. ഇത്തരത്തിലുള്ള സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കുന്നതിനും ഒരു മാനദണ്ഡങ്ങൾ അവർക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, വാരണാസി, ഡൽഹി, ബോംബെ, പാട്ന, ലക്നൗ തുടങ്ങിയ നഗരങ്ങളെ ഇന്ത്യയിൽ വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യണം ടൂറിസത്തിന്. രണ്ട് നഗരത്തിനകത്ത് ഇടുങ്ങിയ റോഡുകളുള്ളതുകൊണ്ടും ജനബാഹുല്യം കൊണ്ടും വലിയ വലിയ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടിക്കുവാൻ കഴിയുകയില്ല. അത് ബാക്ക് എടുക്കണം, ഫ്രണ്ട് എടുക്കണം, തിരിക്കണം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നഗരവികസനം, നഗരങ്ങളെ മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ സ്മാർട്ട് സിറ്റി. നഗരങ്ങളെ മോടി പിടിപ്പിച്ച് സ്മാർട്ടാക്കുന്നതിൻ്റെ കൂടെ ജനങ്ങൾക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ബസ്സുകൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ KSRTC വകുപ്പും മിനിസ്റ്ററും ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പത്തനാപുരത്ത് പോകണമെങ്കിലും ഈ ബസ്സാണ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ പത്തനാപുരം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? കൊല്ലം ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിലും ഈ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ബസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നാഗർകോവിലോ കളിക്കുളയ്ക്കോ യാത്ര ചെയ്യണമെങ്കിലും ഈ ബസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദീർഘദൂര സർവീസുകൾ ഓടിക്കുവാൻ പാടില്ല എന്ന് കേന്ദ്ര നോംസ് ഉള്ളപ്പോൾ അത് വകവയ്ക്കാതെ ഇവരുടെ ഫണ്ട് റൈസിങ് എത്രയും കൂടുതൽ വരുവാൻ വേണ്ടി ദീർഘദൂര സർവീസുകൾക്ക് എന്തിനേറെ പറയുന്നു, വിശിഷ്ട കല്യാണാവശ്യങ്ങൾക്കും മറ്റും പോലും ഇത്തരം ബസ്സുകൾ കൊടുത്തുകൊണ്ട് കാശ് സമ്പാദിക്കുന്നു. ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടകാലമാണല്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വന്നിരിക്കുന്നത്. ആദ്യം ഈ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ് കഥകൾ പുറത്തു വരുന്നു. ഇപ്പോൾ KSRTCയുടെ തട്ടിപ്പ് കഥകൾ പുറത്തു വരുന്നു. ഇനി എന്തെല്ലാം തട്ടിപ്പ് കഥകൾ പുറത്തു വരാനുണ്ട്? 45 കൊല്ലമായി അങ്ങനെ സുഖിച്ചിരുന്ന് ഇരിക്കുകയായിരുന്നല്ലേ? അല്ല, ഇതൊരു തട്ടിപ്പ് ഉഡായിപ്പ് ഗവൺമെൻറ് ആണ് എന്നും ഉഡായിപ്പ് നഗരസഭയാണെന്നും ജനങ്ങൾക്ക് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജനവിധി നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം പകരമായി ചില ക്യാപ്സുകളും ഇറക്കുമല്ലോ. അതൊന്നും വിജയിക്കുകയൊന്നുമില്ല. കേരളം അവർ തന്നെ പറയും പോലെ ഇത് ഈ കേരളത്തിൽ വിലപ്പോവില്ല, ഇത് കേരളത്തിൽ നടക്കില്ല. അവരുടെ മിക്ക ക്യാപ്ഷനുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ സാഹിത്യ വിഭാഗം, പൂക്കായി ആയാലും DYFI ആയാലും SFI ആയാലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആയാലും ഏത് ഇതായാലും അവരടക്കുന്ന പോസ്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയകളിലും എല്ലാം വരുന്ന എന്താ, ഇത് കേരളത്തിൽ വിലപ്പോവില്ല. ഇത് കേരളത്തിൽ വിലപ്പോവാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ താമര വിരിഞ്ഞതും RVR രാജേഷ് നഗരസഭ അധ്യക്ഷനായതും. അപ്പോൾ ഇതെല്ലാം സാധാരണ അവർ പറയുന്നതാണ്. അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാം. ഇത് 45 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഉള്ളതും ഈ സംസ്ഥാനം ഇദ്ദേഹം മുഖ്യമന്ത്രി ചെയ്തതെന്താ, അർബൻ നക്സലൈറ്റുകളുടെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെയും ഈശ്വരവിശ്വാസമില്ലാത്തവരുടെയും ഒരു ഗവൺമെൻറ്റാണെന്ന് തെളിവാണ് ഇത്. നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മളെ ആചാരാനുഷ്ഠാനങ്ങളെയും ആദ്യം കൈവച്ചു ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ
ഉള്ള ഇല്ലാത്ത എന്ന് പറയുന്ന അവർ കൈവച്ചത്. അപ്പോൾ ശാസ്താവ് കൊടുത്ത പണികളാണിത്. പിണറായി സർക്കാരിനും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്തിനേറെ പറയുന്നു നമ്മുടെ പൈതൃകത്തെയും ചോദ്യം ചെയ്തതിനും വിശ്വാസികളോട് കാണിച്ച അവഹേളനയ്ക്കും ശബരിമല ധർമ്മശാസ്താവിനോട് കാണിച്ച കളിക്കും ആണ് ഈ ഒരു പ്രഹരം അവർക്കേറ്റത്. ഇത് ഞാനൊരു ഈശ്വര വിശ്വാസി എന്നുള്ളതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം, ബാക്കിയുള്ളവർക്കുണ്ടോ ഇല്ലേ അതെനിക്ക് അവരുടേതായ കാര്യം. എൻ്റെ ഒരു നിഗമനവും വായനയും ബാക്കിയുള്ളത് വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈശ്വരനോട് തൊട്ട് കളിച്ചതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നഗരസഭയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർഷ്ട്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. ആ പാവം KSRTC ഡ്രൈവർ തൃശ്ശൂരിൽ കോഴിക്കോടൊന്നും പാവം 2 ടൈം ഡ്യൂട്ടി എടുത്ത് ഉറക്കമൊഴിഞ്ഞ് ഓടി തിരുവനന്തപുരത്ത് വന്ന് പട്ടം മുതൽ ആ വണ്ടിയെ ഫോളോ ചെയ്ത് നമ്മുടെ ആരാധ്യ മേയറുടെ വണ്ടി പറയുന്ന വരെ മുൻ മേയർ അതെ, എന്നിരുന്നാലും ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ റിട്ടയർഡായെങ്കിലും മുൻ മേയർ വന്നു സാഫല്യം കോംപ്ലക്സ് VJT ഹാളിൻ്റെ അവിടെ വെച്ച് കൊണ്ട് തിരിച്ചങ്ങിട്ടു. നമ്മൾ സാധാരണക്കാർ ഒരു വണ്ടി തന്നെ ഓവർടേക്ക് ചെയ്ത് വന്ന് നമ്മളെ ചീത്ത വിളിച്ച് സൈഡ് തിരിച്ച് നിർത്തി നമ്മൾ റോഡിലിടുമോ? മാനവും മര്യാദയും ഒതുക്കി എത്തിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് തട്ടേ പെയിൻറ്റ് പോകുകയോ ചെയ്യുകയാണെങ്കിൽ അത് സംസാരിക്കും. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്ത് സെറ്റിൽമെൻ്റ് അങ്ങ് പോകും. എന്തൊരു ധിക്കാരം! ഓടി വണ്ടി ക്രോസ് ചെയ്ത് ആ സീബ്ര ലൈനിൽ കൊണ്ടുവന്നത് വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇതിനൊന്നിനും ഒരൊറ്റ സഹാക്കളും കേരളത്തിൽ പ്രതികരിച്ചിട്ടില്ല. തെറ്റാണ് കുട്ടി ചെയ്തത്, അഹങ്കാരമാണ് കാണിച്ചത്, ഒരു അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അധികാരം ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് പാവം അതിൽ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരുത്തിൻ്റെ പേരിലൊരു ചെറിയ പെറ്റി കേസ്. അതേസമയം ഇവിടുത്തെ ഹെൽമറ്റ് വയ്ക്കാത്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് 200, 2000, 5000 ശിക്ഷിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ ക്യാമറ സർവീസ് മുടക്കി, അതെ, കൃത്യനിർവഹണം മുടക്കി, അങ്ങനെ ഒരു 2-3 കേസുകൾ തലയിൽ വന്ന് അകത്താവുമായിരുന്നു. കറക്റ്റ്. ഇതിപ്പോൾ ആ സംഭവം കഴിഞ്ഞ് ഏകദേശം സെറ്റിൽ ചെയ്ത് പോയപ്പോൾ ഞാൻ ഓടി അവിടെ വന്നു. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. സിറ്റിയിൽ ഒരു YMCയിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോണ വഴിക്കാണ് ഇവിടെ ആൾ കൂടുന്നതും ബഹളം കണ്ടതുമൊക്കെ. എനിക്ക് കഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞും അമ്മയും കൂടി വഞ്ചിയൂരിലേക്ക് പോകാൻ നടക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അപ്പം അതിൽ യാത്രക്കാർ 8-9 ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ലക്ഷ്യസ്ഥാനത്തേക്ക് വന്ന ഒരു KSRTC ബസ്സിനെ ഇറക്കി വിട്ടിട്ട് അന്നത്തെ നഗര പിതാവ് പറയുകയാണ്, നിങ്ങൾ ഇറങ്ങി നടന്നു പോയാൽ മതി, ഇതിനൊരു പരിഹാരം. അവൻ്റെ ഈ പയ്യന് ഡ്രൈവർക്ക് അഹങ്കാരമാണ്. എന്നിട്ടോ എന്തെല്ലാം കാപ്പട്യങ്ങളാണ്. അതിലെ ക്യാമറ KSRTC യൂണിയനിലുള്ളവർ അഴിച്ചു മാറ്റി. എന്നിട്ട് അവനെതിരെ ഡ്രൈവർക്കെതിരെ കള്ളക്കേസ് ചെയ്തു. എന്നാൽ ശരി, നിയമം എല്ലാവർക്കും തുല്യമാണ്. പ്രധാനമന്ത്രിക്കും എനിക്കും സാധാരണക്കാർക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് IPC നിയമം പാലിക്കണം. ഈ അങ്ങോട്ട് കയറി ചെയ്ത മേയറുട്ടിയുടെ ഭർത്താവിനെതിരെ എന്തുകൊണ്ട് ഒരു കേസെടുത്തിട്ടില്ല? ഇത് വേറൊരു സ്ഥാനത്തായിരുന്നു എങ്കിൽ ഇവിടുത്തെ യുവജന വിഭാഗങ്ങൾ മര്യാദയ്ക്കിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് എല്ലാമുള്ള അഹങ്കാരത്തിനും തിട്ടൂരത്തിനുമുള്ള മറുപടിയാണ് ജനം കൊടുത്തത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുള്ളതും ആ ഫ്ലഡ് സമയത്ത് ശബരിമലയെ കാണിച്ചിട്ടുള്ള ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും എല്ലാം കയറ്റുവാനും അതിൻ്റെ കീഴിൽ ബഹളം നടന്നപ്പോൾ അവിടുത്തെ സ്വർണ്ണപ്പാളിയും കട്ടളപ്പാടിയും സ്വർണ്ണോപകരണങ്ങളും തങ്കങ്ങളും അടിച്ചു മാറ്റുവാൻ വേണ്ടി ചെയ്തതിനും ശ്രീധർമ്മശാസ്താവ് എന്നുള്ളൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അത് നമ്മൾ അയ്യപ്പനായിരിക്കാം, ക്രൈസ്തവ സഹോദരങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെ ആയിരിക്കാം, മുസ്ലിം സഹോദരങ്ങൾ പടച്ചോനായ അള്ളാഹുവിനെ ആയിരിക്കാം. പക്ഷേ ഏതിരുന്നാലും പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. അതിൻ്റെ ഒരു പണിയാണ്. അല്ല, ഈ KSRTC ബസ് ഗണേഷ് കുമാറിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതിനെതിരെയാണ് ഇപ്പോൾ BJPയുടെ പ്രവർത്തനമെന്നും പറയുന്നുണ്ടല്ലോ. അല്ല, നല്ല മിനിസ്റ്ററാണ്, അതിലൊന്നും തർക്കമില്ല. അദ്ദേഹത്തിന് എല്ലാം നിയമങ്ങൾ കൈകാര്യം ചെയ്യുകയും ക്ലീനായിട്ട് പോകണമെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട്. അങ്ങേരുടെ എന്നും വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കണമെന്നൊരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. എന്നും 4-5 പ്രസ്സുകാർ വരണം, മീറ്റ് ചെയ്യണം, വിവാദങ്ങൾ വേണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, വണ്ടി ഓട്ടിക്കുന്നു, വലിയ വലിയ KSRTCയിൽ ഞാൻ വണ്ടി എടുക്കും, ഏത് വണ്ടിയും ഞാൻ കൈകാര്യം ചെയ്യും, അതൊക്കെ നല്ലതാണ്, ഇൻ്റലിജൻസാണ്, എഫിഷ്യൻ്റാണ്, ക്വാളിറ്റിയാണ്, എല്ലാം ആണ്. പക്ഷേ എന്നിരുന്നാലും
നിയമം അദ്ദേഹം നോക്കണം. ഇപ്പോൾ KSRTC നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പോകുമ്പം വളരെ മോശമായി കിടന്ന ക്യാൻറ്റീനുകളാണ്. പുള്ളി കഴിഞ്ഞതിൻ്റെ അങ്ങേ ടൈമിൽ മിനിസ്റ്ററായിരുന്നപ്പോഴാണ് നല്ലൊരു ഇരുന്ന് ഒന്ന് വട കഴിച്ച് അല്ലെങ്കിൽ 2 അപ്പം കഴിച്ച് ഒരു ചായ കുടിക്കണമെങ്കിൽ വൃത്തിയുള്ള ക്യാൻറ്റീനിലൊക്കെ കൊണ്ടുവന്നത് പുള്ളിയാണ്. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും നിയമത്തിൻ്റെ വഴിയിൽ പോകാൻ പുള്ളി ശ്രമിക്കണമായിരുന്നു. എങ്കിൽ ഗുഡ് ആയിരുന്നനെ. കാരണം കേന്ദ്രം കൊടുത്തിട്ട് അർബൻ മേഖലകളിൽ ഓടിക്കുന്ന വണ്ടികളെ പുള്ളി റൂറൽ മേഖലകളിൽ ഓടിച്ച് കാശുണ്ടാക്കുന്നു. ഇതിപ്പം ഇവർ കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയല്ലല്ലോ. അപ്പോൾ അത് നഷ്ടമായാലും ലാഭമായാലും കേന്ദ്രത്തിന് കണക്ക് കൊടുത്താൽ പോരെ. ഇപ്പോൾ 5 യാത്രക്കാരേ ഉള്ളൂ. ഈസ്റ്റ് പോർട്ടിൽ നിന്ന് എടുത്ത് പേരൂർക്കട പോകുമ്പോൾ 5 പേർക്കേ ഉള്ളൂ. തിരിച്ച് ഇവിടെ വരണം. അവിടുന്ന് 4-5 യാത്രക്കാർ 8 യാത്രക്കാരേ അപ്പ് ആൻഡ് ഡൗൺ കിട്ടിയുള്ളൂ. പക്ഷേ അതിനകത്ത് പെട്രോൾ ചിലവില്ല, ഡീസൽ അടിക്കിൻ്റെ, മെക്കാനിക്ക് ചിലവില്ല. ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്താൽ മതി. 100 കിലോമീറ്റർ ചാർജിങ് ഇട്ട് ചാർജ് ഓടിച്ചാൽ മതി, നഷ്ടമില്ല. അവർ മേടിച്ച ബസ്സുമല്ല, കേന്ദ്രം കൊടുത്തിട്ടുള്ള ബസ്സാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് യാത്രാക്ലേശം ഒരുപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം. ആറ്റുകാൽ സൈഡിൽ നിന്ന് വണ്ടി വളരെ കുറവാണ്. ആ ആറ്റുകാലുള്ള യാത്രക്കാരെ ഇറക്കി അതിനകത്തുള്ള യാത്രക്കാരെയും കൊണ്ട് ഭീമാവള്ളിയിൽ ഊറു മഹോത്സവത്തിന് പോകാം. ഊറു മഹോത്സവത്തിന് പ്രത്യേക സ്പെഷ്യൽ വണ്ടിയിൽ നിന്ന് ബോർഡ് വെച്ച് കൂടുതൽ ചാർജ് വാങ്ങിക്കണ്ട. അവിടുന്ന് നേരെ വെട്ടുകാട് തിരുനാൾ മഹോത്സവം വരുമ്പോൾ, കൊടിയേറ്റം വരുമ്പോൾ അവിടെ പോകുന്ന 11 ദിവസത്തെ ഉത്സവത്തിനും. അപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസമായില്ലേ. ഭക്തജനങ്ങളെ കൊണ്ട് ആറ്റുകാൽ പോയി, അവിടുന്ന് ഭീമാവള്ളിയിൽ പോയി, അവിടുന്ന് നേരെ വെട്ടുകാട് പോയി. തിരിച്ച് ആ ബസ്സിന് തന്നെ അവിടുന്ന് തിരിച്ചിങ്ങനെ തൊഴുതിട്ടിറങ്ങി വരുന്നവരും അവരുടെ ആവലാതികൾ ഭഗവാന്മാരോടും അവരവരുടെ വിശ്വാസങ്ങൾ കാത്ത് രക്ഷിക്കുന്ന ഈശ്വരനോട് പറഞ്ഞിട്ട് തിരിച്ച് ഈസ്റ്റ് പോർട്ടിൽ വന്നിട്ട് ലൈൻ ബസ്സിൽ കയറി നെയ്യാറ്റിൻകരയുള്ളവർക്ക് അവിടെ പോവാം, നെടുമങ്ങാടുള്ളവർക്ക് തമ്പാനൂർ പോവാം. അത് ചെയ്യാം. അല്ലാതെ ഈ ബസ്സിനെ എന്തിനാണ് എടുത്ത് കുറച്ച് നെയ്യാറ്റിൻകരയ്ക്കും കൊടുത്ത്, കുറച്ച് കാട്ടാക്കടയ്ക്കും കൊടുത്ത്, കുറച്ച് നെടുമങ്ങാടിനും കൊടുത്ത്, കുറച്ച് നമ്മുടെ വെഞ്ഞാറമൂടിനും കൊടുത്ത് ചെയ്യേണ്ട, കൊല്ലത്തിനും കൊടുക്കേണ്ട കാര്യമില്ല. അർബൻ മേഖലയ്ക്ക് കൊടുത്ത സിറ്റിയിൽ ഓടേണ്ട വണ്ടി സിറ്റിയിൽ തന്നെ ഓടിക്കണം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ബസ് സർവീസ് ഇല്ല. ഈസ്റ്റ് പോർട്ടിൽ നിന്ന് വണ്ടി കയറി വല്ലപ്പോഴും ഒരിക്കൽ ഉള്ള പ്രൈവറ്റ് ബസ്സുകളല്ലാതെ നമ്മൾ ഈസ്റ്റ് പോർട്ടിൽ നിന്ന് കയറി ഉള്ളൂർ വന്ന് ആക്കുളം വഴി നമ്മുടെ നിംസ് സ്പീച്ചിങ് തെറാപ്പിയുടെ അവിടെ കൂടി നേരെ ഹൈവേ കയറി കുളത്തൂരവല്ലും പോകാൻ ബസ്സുകൾ കുറവാണ്. ഇത്തരത്തിലുള്ള ബസ്സുകൾ ആ റൂട്ടിലിട്ടൂടെ? അവിടെ നിന്ന് ഇടയിലുള്ള ചെറിയ ചെറിയ റോഡുകളിലേക്ക് പോകേണ്ട ബസ്സാണിത്. കാരണം ഈ ബസ് മറ്റേ ഹൈഡ്രോളിക് എഞ്ചിനാണ്. അതിനെ ബാക്കിയൊക്കെ തിരിക്കേണ്ട, നിന്ന നിലപ്പിൽ തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് നല്ല രീതിയിലുള്ള ബസ്സാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നഗരത്തിലുള്ള യാത്രാക്ലേശം പരിഹരിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത റൂൾ അനുസരിക്കുവാൻ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ തയ്യാറാകുന്നില്ല. അദ്ദേഹം കാശുണ്ടാക്കുവാൻ വേണ്ടി മറ്റ് ഡിസ്ട്രിക്റ്റുകൾക്കും താലൂക്കുകൾക്കും ഇത് കൊടുക്കുന്നു. അതൊട്ടും ഭൂഷണമല്ല. അത് ആരാധ്യനായ മേയർ പറഞ്ഞത് 100% അംഗീകരിക്കുന്നു. ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ മേയറുടെ ചില കയറിയ ഉടനെ ഉള്ള തീരുമാനങ്ങൾ രണ്ടും സ്വാഗതാർഹമാണ്. ഒന്ന്, ഈ വാടക കെട്ടിടങ്ങളുടെ ഇത്. 2, ഇത് അദ്ദേഹം തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേന്ദ്രം കൊടുത്ത ഈ ബസ്സുകൾ സ്മാർട്ട് സിറ്റിയിലുള്ളത് കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ട കടമ ആ പാർട്ടിയുടെ മേയർ എന്നുള്ള നിലയിൽ, കേന്ദ്രം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയുടെ മേയർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ബാധ്യസ്ഥനാണ്. തിരുവനന്തപുരത്തെ ജനത അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കും, യാതൊരു തെറ്റുമില്ല. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓടിക്കേണ്ട ബസ് റൂറൽ മേഖലകളിൽ ഓടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും KSRTCക്കും ശാസന കൊടുപ്പിച്ചിട്ട് ഈ ബസ്സുകളെല്ലാം നേരെ തിരുവനന്തപുരം സിറ്റിയുടെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നോ പാർക്ക് ജോലിയിൽ ഞാൻ ഒരു ആവശ്യത്തിന് ടെക്നോ പാർക്കിൽ പോകുവാൻ തമ്പാനൂരിൽ നിന്ന് കയറി. അവിടുത്തെ ടെക്കുകൾക്ക് ചില കമ്പനികൾക്കേ ബസ്സുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുക്കി നിർത്തിക്കണം. ആറ്റെങ്കിൽ ബസ്സിൽ കയറി ടെക്നോ പാർക്കിൻ്റെ സ്പേസ് ഒന്നിൽ ഇറങ്ങുവാൻ വേണ്ടി ഒരു 10-20 ബസ് അവിടത്തേക്ക് വിട്ടുകൊടുത്താൽ ആ ക്വിക്ക് ടൈമിൽ 8 മണി മുതൽ 9 മണി വരെ 1 മണിക്കൂറിന് ഒരു 10-40 ബസ് പറവറാന്ന് വിട്ടുകൊടുത്താൽ എന്ത് കാശ് കിട്ടും? അതുപോലെ കോവളം ടൂറിസം മേഖല, കോവളത്ത് ബസ്സുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് വിഴിഞ്ഞം വഴി പോകുന്ന വളരെ ഫാസ്റ്റ് ലോക്കൽ ബസ്സും ഇതൊക്കെയാണുള്ളത്. ടൂറിസം മേഖല കാണുവാൻ വേണ്ടി ഒരു 10-20 ബസ് അവിടെ വിട്ടുകൊടുത്താൽ കുഴപ്പമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേളി ടൂറിസം വില്ലേജാണ്, ആക്കുളം ടൂറിസം വില്ലേജാണ്.
ആക്കുളം ഇത്രയും ടൂറിസം വില്ലേജ് ആയിട്ടും സർക്കാർ ബസ്സുകളൊന്നും അതുവഴിയില്ല. ഉള്ളൂർ ഇറങ്ങി ആട്ടയിലാണ് അവിടെ പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നിലപാട്, കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ അർഹമായ രീതിയിൽ വിനിയോഗിക്കാത്തതിനെതിരെയും കേന്ദ്രത്തിൽ നിന്ന് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള യാത്രാക്ലേശത്തിൻ്റെ ഈ ബസ്സുകളുടെ ഉപയോഗം അവർ അന്നസസറി ഉപയോഗിക്കുന്നതും മേയർ എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് വി രാജേഷിനെ മേയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതിൽ 100% കഴമ്പുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ടതും ആരാധ്യനായ മേയർ എന്നുള്ള നിലയിൽ, നഗരത്തിൻ്റെ പിതാവ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഭരണകർത്താക്കളെ ഓർമ്മിപ്പിക്കേണ്ടതും ഇദ്ദേഹത്തിൻ്റെ കടമയാണ്. ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ ജനത അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകളോടുകൂടി പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.